അപ്പോൾ അത് നാളെയാണ് ആശാ വർക്കർമാരുടെ മുടിമുറിക്കൽ സമരം. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ വേതന വർധനവിന് വേണ്ടി നടത്തുന്ന സമരം 50-ാം ദിവസത്തിലേക്ക് കടക്കുന്ന നാളെ, അതായത് മാർച്ച് 31 തിങ്കളാഴ്ച. അതിന് മുന്നോടിയായിട്ട് സമര നേതാവ് മിനി ഇന്ന് സെക്രട്ടേറിയറ്റ് നടയിൽ അവിടെ കൂടിയിരിക്കുന്ന ആശാ വർക്കർമാരോട്, കുറച്ചുപേരേ ഉള്ളൂ, പലരും സമരപ്പന്തൽ വിട്ടു പോകുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു സമരം വെന്റിലേറ്ററിലാണ്, മാപ്രകളുടെ ഒരു ജീവവായു ഓക്സിജൻ കൊണ്ടാണിത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അവിടെ വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമേ സമരപ്പന്തലിൽ ഉള്ളൂ. അവരോട് സംസാരിക്കുന്ന മിനി പറയുന്നു, നാളെ 11 മണിക്ക് സെക്രട്ടേറിയറ്റ് നടയിൽ എത്താൻ പറ്റുന്നവരെല്ലാം കഴിയുന്നവരെല്ലാം എത്തണം. സംയുക്തമായിട്ട് ഇവിടെ മുടിമുറിച്ചുകൊണ്ട് സമര പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുപോലെ എല്ലായിടത്തും ആശാമാർ എവിടൊക്കെയുണ്ടോ അവിടെയൊക്കെ ഈ 11 മണിക്ക് മുടിമുറിക്കണം എന്നാണ് സമര നേതാവ് മിനി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവരുടെ പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ, നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. അവർ പറയുന്നു ഓണറേറിയം കൂട്ടേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അത് കൂട്ടിത്തന്നേ മതിയാവും. എന്നാൽ ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രം തരുന്ന ഇൻസെൻറ്റീവ് കൂട്ടണമെന്നോ അല്ലെങ്കിൽ ഞങ്ങളെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നോ ഒരു ഡിമാൻഡും ഇല്ല, ഒരാവശ്യങ്ങളുമില്ല. എല്ലാം സംസ്ഥാന സർക്കാരിന് നേരെയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ മുൻ പറഞ്ഞ പോലെ ഈ സമരത്തിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട വളരെ വ്യക്തം. ഇന്ന് പോലും മിനിയുടെ പ്രസംഗത്തിൽ ആ രാഷ്ട്രീയ അജണ്ട ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണ്. അപ്പം ഇന്ന് മിനി പൊട്ടിച്ച ഒരു നുണ പറയാം ഈ പ്രസംഗത്തിൽ. ഇങ്ങനെ ആൾക്കാരെ വഴിതെറ്റിച്ചിട്ടൊരു സമരം നയിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്തൊരു പാതകമാണ് എന്ന് ഈ സമരസമിതി നേതാക്കൾ, മിനി ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കണം. അപ്പം ഇന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രസംഗത്തിൽ, എന്താണ്, ഈ യു ഡി എഫിൻ്റെ കീഴിലുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ ആശാവർക്കർമാർക്ക് അവരുടെ ഫണ്ടിൽ നിന്ന് പൈസ 1500, 2000, ചിലർ 7000, മൂത്തോലി പഞ്ചായത്ത് 7000. ആ വീഡിയോയെപ്പറ്റി, ആ വാർത്തയെപ്പറ്റി ഞങ്ങൾ ഇന്നലെ വീഡിയോ ചെയ്താണ്. ഇങ്ങനെ കൊടുക്കുമെന്ന് പറയുന്നു, തീരുമാനമെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ പറയുകയാണ് മിനിയുടെ അടുത്ത നുണ സമര നേതാവിൻ്റെ. അപ്പോൾ ഇങ്ങനെ തനത് ഫണ്ടിൽ നിന്ന് വകമാറ്റി കൊടുക്കാൻ അനുവദിക്കില്ലെന്ന് സർക്കാർ പറഞ്ഞു അത്രേ. പിണറായി സർക്കാർ പറഞ്ഞു എന്ന് ഭരണസിരാ കേന്ദ്രത്തിന്റെ സെക്രട്ടറിയുടെ മുന്നിലെ സമരപ്പന്തലിൽ നിന്നും മിനി പ്രസംഗിക്കുകയാണ്. ശുദ്ധ നുണ, അവാസ്തവം. പിണറായി സർക്കാർ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ പറഞ്ഞു, ആരോട് പറഞ്ഞു? ഞങ്ങളാരും കണ്ടില്ല, കേട്ടില്ല, ഒരു പത്രത്തിലും വായിച്ചില്ല, ഒരു ചാനലിലും കണ്ടില്ല, ഒരു ഓൺലൈനിലും കണ്ടില്ല, ഒരു യൂട്യൂബിലും കണ്ടില്ല. പിന്നെ മിനിക്ക് ഇത് എവിടുന്ന് കിട്ടി ഈ വിവരം? നുണകൾ പലതവണ പറഞ്ഞ് അത് സത്യമാണെന്ന് പാവങ്ങൾ വിശ്വസിക്കും. അതാണ് ഇവരുടെ സമരതന്ത്രം. 1992 പഞ്ചായത്തി രാജ് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം 1996 92 73-ാം ഭരണഘടനാ ഭേദഗതി, കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന ഭേദഗതി, 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വരുന്നത്. അതുപ്രകാരം അതിനെ ചുവട് പിടിച്ചുകൊണ്ട് 1996 LDF സർക്കാർ ജനകീയാസൂത്രണം അതിനെ പിൻപറ്റി ഇവിടെ നടപ്പാക്കുന്നു. അതായത് അധികാര വികേന്ദ്രീകരണം, അധികാരം പഞ്ചായത്തുകളിലേക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക്. അത് വെറും പ്രഖ്യാപനം പോരാ, സമ്പത്ത് തന്നെ താഴേക്ക് ഒഴുകണം. ബജറ്റിൽ വിഹിതം വെച്ചിട്ട് അത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകൾക്ക് കൈമാറണം. അവർക്ക് സാമ്പത്തികം ഉണ്ടാവണം, ബജറ്റ് അവർക്ക് അതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെ ശരിയായിട്ടുള്ള അധികാര വികേന്ദ്രീകരണം ജനകീയാസൂത്രണത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായിട്ട് ത്രിതല പഞ്ചായത്തിൽ നടപ്പാക്കിയത് കേരളമാണ്. പിന്നെ 1-2 സംസ്ഥാനങ്ങൾ ഇപ്പോഴും, കേരളം, തമിഴ്നാട്, കർണാടക, പിന്നെ രാജസ്ഥാൻ, എന്തോ വടക്കേ ഇന്ത്യയിൽ 1-2 സംസ്ഥാനങ്ങൾ, ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഈ നിയമപ്രകാരം പഞ്ചായത്തുകളിലേക്ക് അധികാരങ്ങൾ പകർന്നു നൽകിയിട്ടില്ല. അധികാരം എന്ന് പറഞ്ഞാൽ പണവും ഒഴുകണം, വെറുതെ ഉത്തരവ് മാത്രം ഇറക്കിയാൽ പോരാ. അപ്പൊ നിയമവിരുദ്ധമായിട്ട് കൊടുക്കാൻ കഴിയത്തില്ല, ക്രമരഹിതമായിട്ട് കൊടുക്കാൻ കഴിയത്തില്ല. ആക്ടിൽ പറയുന്നത് ലംഘിച്ചുകൊണ്ടും വകമാറ്റി കൊടുക്കാൻ കഴിയത്തില്ല. അത് ആശാവർക്കർമാർക്കായാലും എന്തിനായാലും കേന്ദ്ര ഇൻസെന്റീവ് കൂട്ടിയ
ആശാവർക്കർമാർക്ക് പ്രതിമാസം കിട്ടുന്ന ഓണററി ഉൾപ്പെടെയുള്ള തുക കൂടത്തില്ലേ? 21,000 വേണമെന്ന് പറയുന്നു. ഈ 21,000 വേണമെങ്കിൽ ഈ സർക്കാർ ഖജനാവ് മാത്രം പിഴിഞ്ഞാൽ മതിയോ? കേന്ദ്രം കൊണ്ടുവന്നൊരു പദ്ധതിയിൽ കേന്ദ്രത്തിന് സംഭാവന വേണ്ട എൻ്റെ അകത്ത്. മിനിയോട് ചോദിക്കുകയാണ്, സൂസിയോട് ചോദിക്കുകയാണ്, പിന്നെ ഇതിനെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുന്ന മഴവിൽ സഖ്യത്തോട് ചോദിക്കുകയാണ്, BJP ഉൾപ്പെടെ, കോൺഗ്രസ് ഉൾപ്പെടെ. എന്താ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ ലോക്സഭയിൽ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ആശാവർക്കർമാരുടെ കാര്യം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്രം തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കൽ പോലും പാർലമെന്റിൽ അദ്ദേഹം കേന്ദ്ര ഇൻസെന്റീവ് കൂട്ടുമെന്നോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമെന്നോ ഇതേവരെ പറഞ്ഞിട്ടില്ല. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പറഞ്ഞിട്ടില്ല. എന്തേ നദ്ദയ്ക്കെതിരെ എന്നൊന്നും മിണ്ടാത്തത്? മിനി സമര നേതാവല്ലേ? മുടി മുറിച്ചിട്ട് കാര്യമില്ല. മുടി മുറിച്ച ആ കുറെ ആശാവർക്കർമാരുടെ മുടി പോകും, പിന്നെ അത് കിളിച്ചു വരാൻ കുറെ കാലം പിടിക്കും, അത്രയേ ഉള്ളൂ. ചിലരുടെ പേഴ്സുകൾ വീർത്ത് വരും, സമരം നയിക്കുന്ന ചിലരുടെ പേഴ്സുകൾ വീർത്ത് വരും. അത് എവിടുന്ന് വന്ന് വീർക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത്രയും സത്യവിരുദ്ധമായ ഒരു സമരം അടുത്ത കാലത്തൊന്നും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കണ്ടിട്ടില്ല. സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് സമരം നീളമായിരിക്കും. നീളത്തെ അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ അടുത്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞ് പിന്നെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഈ സമരം നീളും. കാരണം ഇത് നീണ്ടേ പറ്റുള്ളൂ. കാരണം ഇതിന്റെ അജണ്ട ആശാവർക്കർമാരുടെ ക്ഷേമമല്ല, വേറെയാണ്. അജണ്ട വേറെയാണ്. അതാണ് ഇതിന്റെ പ്രശ്നം.